ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് കൊണ്ടുള്ള ഒരു ഡ്രിങ്കാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുക്കറിൽ നമ്മൾ ക്യാരറ്റ് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വെന്ത് വന്ന ക്യാരറ്റ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും കൂടി അരച്ച് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിൽ നമ്മൾ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതാ നമുക്ക് നന്നായിട്ട് തിളച്ച് വന്ന വെള്ളത്തിൽ 3 സ്പൂണ് സാബുനരി ഇല്ലേ, ചവ്വരി എന്നൊക്കെ പറയും, അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ അധികമായിട്ട് ഇനി വേണ്ട കേട്ടോ. അപ്പോൾ നല്ല കട്ടായിട്ട് പോവും. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മൊത്തത്തിൽ 3 ഗ്ലാസ് പാൽ ഒഴിക്കുന്നുണ്ട്. ആദ്യം 2 ഗ്ലാസ് പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പാൽ ഒഴിച്ച് കൊടുത്താൽ മതിയേ. പിന്നെ അത് ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അതാ നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഇളക്കി വേവിച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അത് വെന്തതുകൊണ്ട് തന്നെ അധികം വേവേണ്ട ആവശ്യമില്ല, ഒന്ന് തിളച്ച് വന്നാൽ മതി. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് തിളച്ച് വന്ന് വരുമ്പോൾ അധികം കട്ടിയായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ഗ്ലാസ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 3 ഗ്ലാസ് പാലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം. നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചൂടാറിയതിന് ശേഷം ഇങ്ങനെ തന്നെ വേണേലും കുടിക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തന്നെ തണുത്തതിന് ശേഷം കുടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണേ.